ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈ ഈശോ ഒന്ന് നിൻ്റെ ജീവിതത്തിൽ വന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിൻ്റെ നന്മയാണ് ഈശോ ആഗ്രഹിക്കുക. നീ സൗഖ്യത്തോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ, നിൻ്റെ കുടുംബം സന്തോഷത്തിൽ നിലനിൽക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും കുറച്ച് പേര് കൂടി ഒരു തളർവാദ രോഗിയെ ശയ്യോടുകൂടി ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഈശോ അവനോട് ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 2-ാം തിരുവചനം: മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വന്നിരിക്കുന്ന തളർവാദ രോഗിയാണ്, അവന് വേണ്ട സൗഖ്യമാണ്. ഈശോ സ്വാഭാവികമായിട്ട് പറയേണ്ടത്, നിനക്ക് സുഖം ഉണ്ടാകട്ടെ, നീ എഴുന്നേറ്റ് നടക്കുക, അല്ലെങ്കിൽ തലേ കഴിച്ചൊരു പ്രാർത്ഥന, സൗഖ്യത്തിൻ്റെ പ്രാർത്ഥന ചെയ്യുന്നത്. പക്ഷേ ഈശോ അവനോട് പറയുന്നത് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ ഓർമ്മപ്പെടുത്തുക, ചില പാപത്തിൻ്റെ കെട്ടുകൾ നിന്നെ രോഗിയാക്കി മാറ്റാം. ചില കെട്ടുകളൊക്കെ അഴിയുമ്പോൾ നിനക്ക് സൗഖ്യമുണ്ടാക്കാം. നിൻ്റെ ജീവിതത്തിൽ നീ ഏറെ ശ്രദ്ധിക്കണമെന്ന ഈശോ ഓർമ്മപ്പെടുത്തുക. പാപത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിച്ചു കളയുവാനായിട്ട്, എപ്പോഴും വിശുദ്ധി നിലകൊള്ളുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂട്ടും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്നെല്ലാം സ്വതന്ത്രയാകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. എപ്പോഴും വിശുദ്ധിയിൽ ജീവിതം നയിക്കുവാനായിട്ട് വരട്ടെ. ഈ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും നന്മകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.